സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദും കുടുംബവും സുരക്ഷിതരായി റഷ്യയിലെത്തി. പ്രത്യേക വിമാനത്തിലാണ് ഇവരെ രക്ഷിച്ച് മോസ്കോയിലെത്തിച്ചത്. അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് സ്ഥിരീകരിച്ചത്. ബഷാർ അൽ അസദ് സിറിയ വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും എവിടെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടെ അദ്ദേഹത്തിന്റെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. വിമതർ സിറിയൻ ഭരണം പിടിച്ച പശ്ചാത്തലത്തിൽ റഷ്യയിൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകും. നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകിയെന്ന് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചു. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസും വിമത സായുധ സംഘം പിടിച്ചെടുത്തത്. അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറുന്നത്. അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരൻ ആയിരുന്നു ജുലാനി. പ്രസിഡന്റും രാജ്യം വിട്ടോടിയതോടെ ജനം തെരുവിലിറങ്ങി. പതിറ്റാണ്ടുകളായി തല ഉയർത്തി നിന്ന ബഷർ അൽ അസദിന്റെ പ്രതിമകൾ ജനം തകർത്തെറിഞ്ഞു. സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും ദമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചുപോയി. സുപ്രധാന ഭരണ കാര്യാലയങ്ങളിൽ നിന്ന് എല്ലാം സൈന്യം പിന്മാറി. പലയിടത്തും ജയിലുകൾ തകർത്ത് വിമതർ തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയാക്കളും 10% ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകരബന്ധമുള്ള സായുധ സംഘത്തിന്റെ കൈകളിലെത്തുമ്പോൾ എന്താകും സിറിയയുടെ ഭാവി എന്ന ആശങ്ക ശക്തമാണ്. ലോകത്തെ വൻശക്തി രാജ്യങ്ങൾ ഒന്നും പ്രശ്നത്തിൽ ഉടൻ ഇടപെടാൻ തയ്യാറല്ല. സ്ഥിതി നിരീക്ഷിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. അതേസമയം HTSനെയും സിറിയൻ ജനതയെയും താലിബാൻ അഭിനന്ദിച്ചു. വിമതർ തലസ്ഥാന നഗരം കീഴടക്കിയ ശേഷം പ്രസിഡന്റിന്റെ വസതിയിൽ ജനങ്ങൾ കയറുന്നതിന്റെയും വസ്തുവകൾ നശിപ്പിക്കുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. സൈബറിടത്തിൽ ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും വൈറലാണ്. കൂടാതെ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമകൾ തകർത്ത് തലസ്ഥാന വീഥികളിലൂടെ വലിച്ചിഴച്ച് ജനങ്ങൾ വിമതരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും തെരുവുകളിൽ ഇപ്പോഴും ആഘോഷം നടക്കുകയാണ്. അസദിന് റഷ്യ അഭയം കൊടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തുവരുന്ന വിവരം.